ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. CM കിഡ്സ് സ്കോളർഷിപ്പിന്റെ അവസാനഘട്ട പ്രിപ്പറേഷൻസിലാണ് കൂട്ടുകാരെല്ലാവരും. അതിൽ നിങ്ങൾക്ക് GK പോർഷനിൽ സ്വാതന്ത്ര്യ സമരമുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കാര്യങ്ങളാണുള്ളത്. അധിക വായനയാണ് ജനറൽ നോളജിന് ഏറ്റവും ആവശ്യം. അതിൽ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് അവരുടെ പേരുകളൊന്നും പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതുപോലെ സമയമില്ലാത്തതുകൊണ്ടും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് ആയതുകൊണ്ടും എഴുതി കാണിക്കുന്നില്ലായിരിക്കും. കൂട്ടുകാരെല്ലാവരും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഓക്കെ, ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ജനിച്ചതെന്നാണ്? 1889 നവംബർ 14. 1889 നവംബർ 14 1889 നവംബർ 14. ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്, നിസ്സാരമെന്ന് കരുതുന്ന വിഷയങ്ങൾ പോലും പഠിച്ചു വെക്കണം. കാരണം CM കിഡിന്റെ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ ഒരു ചോദ്യം ചോദിക്കും, താഴെ പറയുന്നവയിൽ ഏതാണ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ശരിയല്ലാത്ത കാര്യം അല്ലെങ്കിൽ തെറ്റായ കാര്യം? അങ്ങനെയൊക്കെ ചോദ്യം വരുമ്പോൾ അതിനകത്ത് ഈ വർഷമൊക്കെ തെറ്റിച്ച് തന്നെന്ന് കരുതുക, അതുൾപ്പെടെ പഠിക്കണം. യഥാർത്ഥത്തിൽ പരീക്ഷയുടെ എല്ലാ ചോദ്യങ്ങളും ഒബ്ജക്റ്റീവ് ആക്കുകയും അതിൽ ക്വസ്റ്റിന്റെ പാറ്റേൺ മാറുകയും ചെയ്യുമ്പോൾ എളുപ്പമല്ലാതെ പ്രയാസമാണ്. ഓക്കെ, അതുകൊണ്ട് ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. 1889 നവംബർ 14 അദ്ദേഹം ജനിക്കുന്നത്. എവിടെയാണ് നിഷാൻ ജവഹർലാൽ നെഹ്റു ജനിക്കുന്നത്? അലഹബാദിലാണ്. അലഹബാദിൽ നെഹ്റുവിന് ഒരു കുടുംബ വീടുണ്ട്. ആ വീടിനൊരു പേരുണ്ട്, പറയാവോ? സോറി, ശ്രീ കീർത്തി മന്ദിർ ഗാന്ധിജിയുടെ. ഇത് വേറെയാ, ആനന്ദ് ഭവനാണ്. ഏതാണ്? കീർത്തി മന്ദിർ മഹാത്മാഗാന്ധിയുടേതാണ്. അപ്പൊ ഇതേതാ? ആനന്ദ് ഭവൻ. അതെ 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 അതെ. ഇത് ആനന്ദ് ഭവൻ ജവഹർലാൽ നെഹ്റുവിന്റെ വീട്. എവിടെ? അലഹബാദില്. ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ വളരെ പ്രശസ്തനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മോത്തിലാൽ നെഹ്റു. ആരാ? മോത്തിലാൽ നെഹ്റു. ഓക്കെ, അതെല്ലാവർക്കും അറിയായിരിക്കും. നെഹ്റുവിന് 2 സഹോദരിമാരുണ്ടായിരുന്നു, വിജയലക്ഷ്മി പണ്ഡിറ്റ്, കൃഷ്ണ ഹത്തി സിംഗും വിജയലക്ഷ്മി പണ്ഡിറ്റും. ഈ വിജയലക്ഷ്മി പണ്ഡിറ്റിന്റെ പേര് എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടായിരിക്കും. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യയുടെ പ്രതിനിധിയൊക്കെ ആയിട്ടുണ്ട്. APJ അബ്ദുൽ കലാം ആണോ? എന്ത്? ഇലക്ഷനിൽ പരാജയപ്പെടുത്തിയ ഒന്നുമല്ല, അതൊക്കെ APJ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ഓക്കെ, ഇത് വിജയലക്ഷ്മി പണ്ഡിറ്റ് ഏത് കാലത്ത്? അബ്ദുൽ കലാമിന്റെ കാലത്ത്. മാറിപ്പോകരുത്. പഠിക്കുന്ന എല്ലാ കൂട്ടുകാരനെ ശ്രദ്ധിക്കും, നിബി പറയുന്ന അബദ്ധങ്ങളൊന്നും. ഓക്കെ, അപ്പം ഈ കൃഷ്ണ ഹത്തി സിംഗ് പേര് ഓർത്താൽ മതി. വിജയലക്ഷ്മി പണ്ഡിറ്റ് നമുക്ക് കുറച്ചുകൂടെ ഓർക്കണം, കുറച്ചുകൂടെ പ്രശസ്തമാണല്ലോ. ഓക്കെ, ആനന്ദ ഭവന്റെ കാര്യം പറഞ്ഞല്ലോ. പിന്നീട് പ്രധാനമന്ത്രിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ താമസിച്ചിരുന്ന ഭവൻ വേറൊരു പേരായിരുന്നു, തീൻമൂർത്തി ഭവൻ. തീൻമൂർത്തി ഭവൻ അലഹബാദിലായിരുന്നു ആനന്ദ ഭവൻ. ഓക്കെ, ജവഹർലാൽ നെഹ്റുവിന്റെ സ്കൂൾ വിദ്യാഭ്യാസം ലണ്ടനിലായിരുന്നു. യെസ്, ലണ്ടനിൽ. എവിടെ? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ പഠിച്ചത്. ഹാരോ. ഏതാ? ഹാരോ സ്കൂൾ. ആരോ അല്ല, ഹാരോ സ്കൂൾ. അപ്പം ഇതെല്ലാം പഠിക്കണം. ജവഹർലാൽ നെഹ്റു പഠിച്ചത് ഹാരോ സ്കൂളിൽ. നെഹ്റുവിന്റെ 2 സഹോദരിമാരാണ് കൃഷ്ണ ഹത്തി സിംഗും വിജയലക്ഷ്മി പണ്ഡിറ്റും. നെഹ്റു ജനിച്ച ഭവനമാണ് തീൻമൂർത്തി ഭവൻ. ഇതിലേത് തെറ്റ്? അത് നെഹ്റു ആനന്ദ ഭവനാണ് ജനിച്ചത്. ഭവൻ പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള ഭവനം. നെഹ്റുവിന്റെ അച്ഛന്റെ പേര് മോത്തിലാൽ നെഹ്റു എന്നാണ്. നെഹ്റുവിന്റെ അമ്മയുടെ പേര് എന്ന് ചോദിച്ചാൽ സ്വരൂപ് റാണി. അച്ഛന്റെ പേര് മോത്തിലാൽ നെഹ്റു, അമ്മയുടെ പേര് സ്വരൂപ് റാണി. നെഹ്റുവിന്റെ ഭാര്യയുടെ പേര് കമല നെഹ്റു. കമല കൗൾ ആണ് കമല നെഹ്റു ആയിട്ട് മാറിയത്. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലായല്ലോ. നെഹ്റുവും ഗാന്ധിയും ആദ്യമായി കണ്ട കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. ശരിയോ തെറ്റോ? തെറ്റാണ്. വൈ? 1916 ലക്നോ സമ്മേളനത്തിൽ വെച്ചാണ് ഇവർ കണ്ടുമുട്ടുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കണം. ജവഹർലാൽ നെഹ്റുവിനെയും ഗാന്ധിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1916 ലക്നൌവിൽ നടക്കുന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ്. മറ്റെന്തെങ്കിലും പ്രത്യേകത കോൺഗ്രസ് സമ്മേളനത്തിൽ നിങ്ങൾക്ക് പറയാനുണ്ടോ? മിതവാദികളും മുസ്ലിം ലീഗും ഒന്നിച്ച് നടത്തിയ. അത് ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ചൊരു സമ്മേളനം നടത്തിയത് 1916 ലക്നോ കോൺഗ്രസിലാണ്. നിബി പറഞ്ഞത് മിതവാദികളും തീവ്രവാദികളും 1907 സൂററ്റ് സ്പ്ലിറ്റിലൂടെ രണ്ടുപേരും വിഭജിച്ചപ്പോൾ അവര് കൂടിച്ചേർന്നത് വിഭജിച്ചു കഴിഞ്ഞ് പിന്നീട് വീണ്ടും കൂടിച്ചേർന്നത്
ഈ 1916 ലക്നൗ സമ്മേളനത്തിൽ. ഇത് മൊത്തത്തിലൊരു കൂടിച്ചേരൽ സമ്മേളനം. അതെ, മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റുമായിട്ട് കോൺഗ്രസ് രണ്ടായിട്ട് പിളർന്നിരുന്നു. അവർ ഒന്നിച്ചതും ഇവിടെയാണ്. പിന്നെ ഗാന്ധിയും നെഹ്റു. അപ്പൊ പിന്നെ 1929 പ്രത്യേകത എന്താ? അവിടെയാണല്ലോ പ്രശ്നമല്ല, നെഹ്റു ആദ്യമായി പ്രസിഡന്റ് ആയ വർഷമാണ് അത്. 1900 കോൺഗ്രസിന്റെ അധ്യക്ഷനായി. അതിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. പൂർണ്ണ സ്വരാജ് എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്ന ആദ്യ INC സമ്മേളനവും പൂർണ്ണ സ്വരാജ് എന്ന ആശയം 1929 അത് എവിടെ വെച്ചായിരുന്നു? ലാഹോറിൽ. അപ്പൊ ചോദ്യം എങ്ങനെ വരാം? ഒരു ചോദ്യമായിട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കണക്ട് ചെയ്യാം. ലക്നൗ കോൺഗ്രസ് 1916, ലാഹോർ കോൺഗ്രസ് 1929. മനസ്സിലായോ? നെഹ്റുവിന്റെ ജനനം 1889. അത് വർഷങ്ങൾ അപ്പുറം ഇപ്പുറം തരും. ചേരുംപടി ചേർക്കാൻ പറയാം. ഓക്കെ, സോ ചേരുംപടി ചേർക്കാനുണ്ട്. നെഹ്റു ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ കാര്യം അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ഒരച്ഛൻ മകൾക്ക് അയച്ച കത്ത്. ഓക്കെ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഡിസ്കവറി ഓഫ് ഇന്ത്യ, ആൻ ഓട്ടോബയോഗ്രഫി. അതിനെക്കുറിച്ച് യൂണിവേഴ്സിറ്റി ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്തൊരു പ്രത്യേകത നിങ്ങൾ ഓർക്കേണ്ടത്, നെഹ്റുവിന്റെ പുസ്തകങ്ങൾ എല്ലാ പുസ്തകങ്ങളും പഠിക്കണം. 2, 3, 4 പുസ്തകങ്ങൾ തന്നിട്ട് അതിലൊന്ന് മാത്രം വേറൊരാളുടെ പുസ്തകമായിരിക്കും. അതേതാണെന്ന് ചോദിക്കാം. എങ്ങനെ വേണേലും വരാം. നെഹ്റു അന്തരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം, നെഹ്റുവിന്റെ സമാധി സ്ഥലം ശാന്തി ഭവനം. അതെങ്ങനെ കാണാനിരിക്കുന്നത്? എങ്ങനെയാ? ഇങ്ങനെ ഒരു ഗ്രീൻ മറ്റൊരു ഗ്രാസ് ഇട്ടിട്ടുണ്ട്, അതിന്റെ പൊക്കത്ത് കൂടി ഇങ്ങനെ ഒരു കൂന പോലെ. അതാണ് ശാന്തിവനം. ഓക്കെ, ശാന്തിവനത്തിന്റെ പടം നോക്കിക്കോട്ടെ. നെഹ്റു ആരംഭിച്ചൊരു പത്രം നാഷണൽ ഹെറാൾഡ്. പിന്നീട് ഒരുപാട് വിവാദങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നെഹ്റുവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം LSSന് പോകുന്ന കൂട്ടുകാര് പഠിച്ചു വെക്കണം. ഇത് എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞില്ല. പറഞ്ഞു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. ഫാന്റാസ്റ്റിക്. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. പ്രധാനമന്ത്രിയായിരിക്കും ആദ്യമായി മരണപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയും ജവഹർലാൽ. സ്വാഭാവികം. ആദ്യമായിട്ട് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്നു. അത് ഇത്ര മതി. ഏത് വർഷമാണ് നെഹ്റു മരിക്കുന്നത്? 1964. ഏത് ദിവസം? മെയ് 27. എന്നാ? ഇങ്ങനെ ചുമ്മാ പറയതേ. മെയ് 27. നബിയുടെ ബർത്ത്ഡേക്ക് 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു അന്തരിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിന് പകരമായതുകൊണ്ടാണ് ഈ ദിവസം ജനിച്ചത്. ഓഹോ, എങ്കിൽ അടുത്ത ചോദ്യം കേട്ടിട്ട് ഉത്തരം പറയാവുള്ളൂ. ശരിയാണോ ഇല്ലെന്ന് ഇപ്പൊ താഴെ പറയുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയെന്നാണ് പറയേണ്ടത്. ശ്രദ്ധിച്ചു കേട്ടോണം. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ ആണ്. ശരി. അല്ല, ഓക്കെ, ശരി. വന്ന് മഹർഷി ദേവേന്ദ്രനാഥ ടാഗോർ ആണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ അച്ഛൻ. കാബൂളിവാല, പോസ്റ്റ്മാൻ തുടങ്ങിയ കൃതികൾ രവീന്ദ്രനാഥ ടാഗോറിന്റേതാണ്. ദേശീയഗാനമായ ജനഗണമന എഴുതിയത് തത്വബോധിനി പത്രികയിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്. നോബൽ സമ്മാനം കിട്ടിയത് ജനഗണമനയ്ക്കാണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ് ശാന്തി നികേതൻ സ്ഥാപിച്ചത്. ഇതിൽ എല്ലാം ശരിയാണോ? അല്ല, തെറ്റുണ്ട്. ഏതാ തെറ്റ്? പിന്നെ എവിടെയാ? ഗീതാഞ്ജലിക്കാണ് കിട്ടിയത്. 1913 രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ പ്രൈസ് കിട്ടുന്നത് സാഹിത്യത്തിന്, ഗീതാഞ്ജലിക്ക്. ആ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. മലയാളത്തിലെ കവി ആരാ? അദ്ദേഹത്തിനാണ് ആദ്യത്തെ ജ്ഞാനപീഠം കിട്ടിയത്. അയ്യടാ, വലിയ ക്ലൂ തരേണ്ടി വന്നു. ജി ശങ്കരക്കുറുപ്പാണ്. ഓക്കെ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഓർക്കുമ്പോൾ ശാന്തി നികേതൻ, അത് പിന്നീട് വിശ്വഭാരതി സർവകലാശാല, രവീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ദിരാഗാന്ധി പഠിച്ചത് ശാന്തി നികേതനിലാണ്. സ്വാതന്ത്ര്യ സമരത്തിലെ ശക്തനായ ഒരു പോരാളിയായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന എഴുതുന്നു. വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത് പറഞ്ഞു. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല അത് എഴുതിയതും രവീന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, അത് ആ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഗാനമാണ്. ഏത് വിഭജനത്തിന്റെ? പാകിസ്ഥാൻ ബംഗ്ലാദേശ് വിഭജനം അല്ല, ബംഗാൾ വിഭജനം. ഇന്ത്യ ബംഗാൾ വിഭജനം. എന്തുകൊണ്ടാണ് പറയുന്നത്?
സോറി ബംഗാൾ വിഭജനം. 1905 കൾസർ പ്രഭു ബംഗാൾ വിഭജിച്ചു. അപ്പം ബംഗാൾ വിഭജനത്തിനെതിരെ ഇന്ത്യയിൽ സമരം നടക്കുന്നു. ആ സമരക്കാർ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ച പാട്ട് അത് പിന്നീട് ബംഗ്ലാദേശ് രൂപീകരിച്ചപ്പോൾ ബംഗ്ലാദേശിന്റെ ദേശീയഗാനമായിട്ട് മാറി. ഞാനേ ഉറക്കപ്പിച്ചില്ല, അമർ സോണാർ ബംഗ്ല. അമർ സോണാർ ബംഗ്ല ബംഗ്ലാദേശിന്റെ ദേശീയഗാനമാണ്. രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഓക്കെ, അപ്പൊ ടാഗോറിന്റെ A to Z കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഒരു കാര്യം കൂടി. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട് രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിന്റെ നൈറ്റ്സ് പദവി ബ്രിട്ടീഷുകാർ നൽകിയ സർ സ്ഥാനം അദ്ദേഹം ഉപേക്ഷിച്ചു. സരോജിനി നായിഡു അത് ചോദിക്കാം, ഏത് സംഭവത്തോടനുബന്ധിച്ചാണ്, ഏത് സംഭവത്തിന്റെ പ്രതിഷേധിച്ചാണ്, അല്ല ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് രവീന്ദ്രനാഥ് ടാഗോർ തന്റെ നൈറ്റ്സ് പദവി സർ പദവി ഉപേക്ഷിച്ചത്? ഒരു കാര്യം എനിക്ക് സരോജിനി നായിഡുവിനില്ലേ കൈസറി ഹിന്ദ് തന്നെയല്ലേ ഉപേക്ഷിച്ചത്? അതെ 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 അതെ, ഇത് സാർ പദവി, മറ്റത് കൈസറി ഹിന്ദ് പദവി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. 1897 ജനുവരി 23 ഒഡീഷയിലെ കട്ടക്കിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി സുഭാഷ് ചന്ദ്രബോസ്. ശരിയായ ഉത്തരവാണ്. അദ്ദേഹത്തെ എന്താ വിളിക്കുന്ന പേര്? നേതാജി. നേതാജി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷനായി ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ്. അറിയാലോ, തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ്. എല്ലാരെയും തെരഞ്ഞെടുക്കുക, തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഇതൊന്നും പറഞ്ഞില്ല. എല്ലാവരുടെ കൂടി വട്ടം കൂടിയിരുന്ന സമ്മേളനം നടത്തി അതിലൊരാളെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുകയാണ് പതിവ്. എന്നാൽ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രത്യേകത, അവിടെ തർക്കം വന്നു, ഇലക്ഷൻ വന്നു, ഗാന്ധി ഒരു സ്ഥാനാർത്ഥി നിർത്തി, പട്ടാഭി സീതാരാമയ്യ. ഓക്കെ, മറുവശത്ത് സുഭാഷ് ചന്ദ്രബോസ്. പൊരിഞ്ഞ പോരാട്ടം, ഇലക്ഷൻ നടന്നു. ഇലക്ഷൻ ഒടുവിൽ സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചു. മഹാത്മാഗാന്ധിയുടെ സ്ഥാനാർത്ഥി തോറ്റു. പക്ഷെ മഹാത്മാഗാന്ധി വെറുതെ ഇരുന്നില്ല. മഹാത്മാഗാന്ധി അതിശക്തമായിട്ട് സുഭാഷ് ചന്ദ്രബോസിനെതിരെ കരുക്കൾ നീക്കി. ഒടുവിൽ 2 മാസം കഴിഞ്ഞപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പുറത്തായി. എന്നിട്ട് അദ്ദേഹം സ്ഥാപിച്ച പുതിയ എന്നിട്ട് അദ്ദേഹം സ്ഥാപിച്ച പാർട്ടി ഏത്? ഏതാ? ഫോർവേഡ് ബ്ലോക്ക്. അപ്പൊ ഇനി NDP പറഞ്ഞ കാര്യം പ്രധാനപ്പെട്ടതാണ്. പറഞ്ഞു, ഈ തിരഞ്ഞെടുപ്പിലൂടെ വരുന്നതിന് മുന്നേ തന്നെ 1938 ഹരിപുര സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റായി. 1938 ഹരിപുര സമ്മേളനത്തിൽ. അത് കഴിഞ്ഞുള്ള തൊട്ടടുത്ത വർഷം 1939 ത്രിപുരി സെഷൻ, അവിടെയാണ് ഇലക്ഷൻ വേണ്ടി വന്നത്. ഓക്കെ, അപ്പോ അത് 2 വർഷവും ഓർത്തു വെക്കും. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി INC പ്രസിഡന്റ് ആയത് 1938 ഹരിപുര. ഓക്കെ, ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടത് നെക്സ്റ്റ് ഇയർ 1939 ത്രിപുരി സമ്മേളനത്തിന്. അപ്പോൾ അത് ഫോർവേഡ് ബ്ലോക്ക്. വിപ്ലവകാരിയായിരുന്നു നേതാജി. അങ്ങനെ വന്ന് വിപ്ലവമൊക്കെ പറഞ്ഞ് അവസാനം ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്തുപോയി സിംഗപ്പൂരിലും ജർമ്മനിയിലും ജപ്പാനിലും ഒക്കെ ചെല്ലുന്നു. അങ്ങനെ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നു. LSSകാരോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആര് സ്ഥാപിച്ചെന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആയിരിക്കും ആൻസർ. നമുക്ക് ക്വസ്റ്റ്യനൊക്കെ പോകുമ്പോൾ അറിയാം. ഇന്ത്യൻ നാഷണൽ ആർമി, INA, ഇന്ത്യൻ നാഷണൽ ആർമി. അപ്പം ഇന്ത്യൻ നാഷണൽ ആർമി രാജ് ബിഹാരി ബോസ് സ്ഥാപിച്ചിട്ട് അദ്ദേഹത്തിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കോംപ്ലിക്കേഷൻ ആക്കണ്ട. ക്യാപ്റ്റൻ മോഹൻ സിംഗിന്റെ കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ LSSകാരെയാണ് ഇപ്പൊ ലക്ഷ്യം വെക്കുന്നത്. അവിടെ വരുമ്പോൾ ഓർക്കുക, സുഭാഷ് ചന്ദ്രബോസ് ഓക്കെ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് വനിതകളെയും കൂടെ റിക്രൂട്ട് ചെയ്തു. വനിതകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് വനിതകൾക്ക് വേണ്ടി ഒരു പ്രത്യേക വനിതകൾക്ക് വേണ്ടിയിട്ട് ഒരു റെജിമെന്റ് തുടങ്ങി. ആ റെജിമെന്റിന്റെ പേരെന്തായിരുന്നു? ഝാൻസി റെജിമെന്റ്. അതാണ് ഝാൻസി റാണി ലക്ഷ്മിബായിയുടെ പേരിൽ നിന്നാണ് വന്നത്. പക്ഷെ ഝാൻസി റെജിമെന്റ് എന്നായിരുന്നു അതിന്റെ പേര്. അതല്ലാതെ 2 റെജിമെന്റ് ഉണ്ടായിരുന്നു. 2 പ്രശസ്ത വ്യക്തികളുടെ പേരിൽ അല്ലേ? അറിയില്ല, പറഞ്ഞു. ഒന്ന് ജവഹർലാൽ നെഹ്റു, 2 മഹാത്മാഗാന്ധി. 2 പേരുടെ പേരിൽ റെജിമെന്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വനിതകൾക്ക് വേണ്ടിയിട്ട് ഝാൻസി റെജിമെന്റ്. ആ ഝാൻസി റെജിമെന്റിന്റെ തലപ്പത്ത് വന്നത് ഒരു വനിതയാണ്, മലയാളിയാണ്, ക്യാപ്റ്റൻ ലക്ഷ്മി. ആ അമ്മു സ്വാമിനാഥൻ, ലക്ഷ്മി സേഗാൾ, അമ്മു സ്വാമിനാഥന്റെ
ഭാര്യ. അമ്മു സ്വാമിനാഥന്റെ മകൾ. അമ്മു സ്വാമിനാഥൻ വനിതയാണ്. സോറി, ഞാൻ പറഞ്ഞപ്പോ മാറിപ്പോയതാ. അമ്മു സ്വാമിനാഥന്റെ മകൾ ക്യാപ്റ്റൻ ലക്ഷ്മി, യഥാർത്ഥത്തിൽ ലക്ഷ്മി സൈഗാർ. ക്യാപ്റ്റൻ ലക്ഷ്മി. എന്തൊക്കെയാണ്? അപ്പം ആ ലക്ഷ്മിയാണ്, ഈ ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് APJ അബ്ദുൽ കലാമിനെതിരെ പ്രസിഡൻഷ്യൽ ഇലക്ഷന് മത്സരിച്ചത്. പരാജയപ്പെട്ടത്. ഓക്കെ, നമ്മൾ അടുത്ത വ്യക്തിയിലേക്ക് കടക്കുവാണോ? എന്ത്? അതിനു മുന്നേ ഒരു കാര്യം, നമ്മള് ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ കാര്യം പറഞ്ഞപ്പോ പട്ടാഭി സീതാരാമയ്യ എന്നൊരു പേര് കേട്ടല്ലോ. അതുകൊണ്ട് INCയുടെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ, ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പട്ടാഭി സീതാരാമയ്യ. അതുപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ആദ്യത്തെ INC പ്രസിഡന്റ് വളരെ ആ 2 പോയിന്റ് ഓർത്ത് നോക്കണം. ഒന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ചരിത്രം, അവർ ഒഫീഷ്യലായിട്ട് ഇന്ത്യയുടെ ചരിത്രം എഴുതാൻ പോയപ്പോൾ അത് ഏൽപ്പിച്ചത് പട്ടാഭി സീതാരാമയ്യരെ. രണ്ടാമത്തത്, ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴല്ല, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ആദ്യത്തെ പ്രസിഡന്റ്. സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണെന്ന് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്, JB കൃപലാനി. അത് കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായി പ്രസിഡന്റ് ആയത് പട്ടാഭി സീതാരാമയ്യ. എനിക്ക് ഈ കാര്യം പറയുമ്പോ ഭയങ്കര സന്തോഷം. എന്തുകൊണ്ടാണെന്നറിയോ? സാധാരണ നമ്മൾ പഠിച്ചു വെക്കുന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ മുന്നിൽ ഗാന്ധിജി നിർത്തിയ സ്ഥാനാർത്ഥിയായ പട്ടാഭി സീതാരാമയ്യ തോറ്റു. പക്ഷെ അങ്ങനെയാണോ നമ്മളെ കൂടുതൽ പഠിക്കുന്നത്. അവസാനം വന്ന് നോക്കുമ്പോഴോ സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞിട്ട് INC പ്രസിഡന്റ് ആയ ആദ്യത്തെ വ്യക്തി. അങ്ങനെ ആകുമ്പോ എങ്ങനെയെങ്കിലും INC പ്രസിഡന്റ് ആയി നമ്മൾ ഓർത്തു വെക്കുന്നുണ്ടല്ലോ. പട്ടാഭി സീതാരാമയ്യ അന്ന് തോറ്റയാൾ ഇന്ന് ജയിച്ചല്ലോ. ഭയങ്കര. സുഭാഷ് ചന്ദ്രബോസിനെ അദ്ദേഹം മരണപ്പെട്ടെന്ന ഒരു വിമാനാപകടത്തിലാണ്. അതിനെ കുറിച്ച് വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോഴും അദ്ദേഹം മരിച്ചോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യത്തിലൊക്കെ എന്നൊക്കെ പറഞ്ഞു. അത് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ. അതെന്തെങ്കിലും ആട്ടെ, സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തെ കുറിച്ച് അന്വേഷിച്ച പ്രശസ്തമായ ഒരു കമ്മീഷനുണ്ട്, മുഖർജി കമ്മീഷൻ. ഏതാ? മുഖർജി കമ്മീഷൻ. യെസ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകം എഴുതിയത് മറ്റാരുമല്ല, സുഭാഷ് ചന്ദ്രബോസ് ആണ്. 17 മിനിറ്റോളം വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ആൾക്കാരിലേക്ക് പോകുന്നതിന് മുമ്പ് നിർത്താമെങ്കിലും ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിച്ചു. പിന്നെ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ മഹാത്മാഗാന്ധിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. പിന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു പ്രസംഗം വേണ്ടേ? എനിക്ക് നിങ്ങൾ രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന വാക്യം ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് അല്ലേ? ഓക്കെ, സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരാന്ന് പറയാം? MG റാനഡെ. എന്തുന്നാണ് MG റാനഡെ ഒക്കെ മഹാരാഷ്ട്രക്കാരനാ. സുഭാഷ് ചന്ദ്രബോസ് അല്ല, സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ചിത്തരഞ്ജൻ ദാസ് ആണ്. സമയം ഒരുപാടായതുകൊണ്ട് നമുക്ക് 17 മിനിറ്റ് ആയി. നമുക്ക് ബാക്കിയുള്ള അടുത്ത വീഡിയോ പറയാം. പ്രിപ്പയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്ന്